എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ. ഈ ഒരു 2026 വർഷം നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരെല്ലാം റാങ്ക് ലിസ്റ്റിൽ ഉന്നത റാങ്കുകളിൽ വന്ന് ഈ ഒരു വർഷം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് 2025 ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഇന്നത്തെ ക്ലാസ്സിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്നൊക്കെ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത് 2025 ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യം തന്നെ നോക്കാം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ജിയോ ഡിജിറ്റൽ ലൈഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള കമ്പനി ഏതാണ്? ജിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ കൂട്ടുകാരുടെയും കയ്യിൽ ഇപ്പോൾ ഏതാണ് സിം? സിമ്മാണ് കൂടുതലുള്ളത്, ജിയോ സിം അല്ലേ? അത് വെച്ച് കണക്ട് ചെയ്തോണം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ജിയോ ഡിജിറ്റൽ ലൈഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള കമ്പനി ഏതാണ്? ജിയോ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. 2025 പെറ്റ ഇന്ത്യ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഏറ്റവും വെഗൻ ഫ്രണ്ട്ലി സിറ്റി ഏതാണ്? കൊൽക്കത്തയാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യയിലെ 2025 പെറ്റ ഇന്ത്യ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഏറ്റവും വെഗൻ ഫ്രണ്ട്ലി സിറ്റി ഏതാണ്? കൊൽക്കത്തയാണ് കേട്ടോ, കൊൽക്കത്ത. മലേഷ്യയിൽ നടന്ന സുൽത്താൻ അസൻ ഷാ ഹോക്കി ടൂർണമെന്റ് 2025 ഫൈനലിൽ ഇന്ത്യ ഏത് രാജ്യത്തോടാണ് പരാജയപ്പെട്ടത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ബെൽജിയത്തോടാണ് കേട്ടോ, ബെൽജിയം. പഠിച്ചു വെച്ചോളൂ, ബെൽജിയമാണ് ചാമ്പ്യന്മാരായിട്ട് വന്നത്. റണ്ണറപ്പ് ഇന്ത്യയാണ്. അപ്പോൾ എന്താണ്? മലേഷ്യയിൽ നടന്ന സുൽത്താൻ അസൻ ഷാ കപ്പ് ഹോക്കി, സുൽത്താൻ അസൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റ് 2025 ഫൈനലിൽ ഇന്ത്യ ഏത് രാജ്യത്തോടാണ് പരാജയപ്പെട്ടത്? ബെൽജിയത്തോടാണ് കേട്ടോ, ബെൽജിയം. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോവാം. മലേഷ്യയിൽ നടന്ന സുൽത്താൻ അസൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റ് 2025 ഫൈനലിൽ ഇന്ത്യ ഏത് രാജ്യത്തോടാണ് പരാജയപ്പെട്ടത്? ബെൽജിയത്തോടാണ്. അടുത്ത പോയിന്റിലോട്ട് നമുക്ക് പോവാം. കേന്ദ്ര സർക്കാരിൻ്റെ ചിപ്സ് ടു സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ ഭാഗമായി വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്ന AI ചിപ്പുകൾ രൂപകൽപ്പന ചെയ്ത കേരളത്തിലെ കോളേജ് ഏതാണ്? IHRD മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചിയാണ് കേട്ടോ. അപ്പോൾ IHRD മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചിപ്സ് ടു സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ ഭാഗമായി വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്ന AI ചിപ്പുകൾ രൂപകൽപ്പന ചെയ്ത കേരളത്തിലെ കോളേജ് ഏതാണ്? IHRD മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് പ്രശസ്തമായ ഹോൺബിൽ ഫെസ്റ്റിവൽ എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ ഡിസംബർ 10 വരെ ആഘോഷിക്കുന്നത്? നാഗാലാൻഡാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നാഗാലാൻഡിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. പക്ഷേ എല്ലാ വർഷവും ഏത് ദിവസം വരെയാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. പഠിച്ചു വെച്ചോണം. ഡിസംബർ 1 മുതൽ ഡിസംബർ 10 വരെയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് പ്രശസ്തമായ ഹോൺബിൽ ഫെസ്റ്റിവൽ എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ ഡിസംബർ 10 വരെ ആഘോഷിക്കുന്നത്? നാഗാലാൻഡിലാണ് കേട്ടോ, നാഗാലാൻഡിലാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2025 തിരഞ്ഞെടുത്ത 2025 വേർഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത് ഏതാണ്? റാഗ് ബെയ്റ്റ് ആണ് കേട്ടോ, റാഗ് ബെയ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം. പരീക്ഷയ്ക്ക് ഇത് PYക്ക് ചോദിച്ചിട്ടുള്ളതാണ്, നേരത്തെ നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, വേർഡ് ഓഫ് ദ ഇയർ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പഠിച്ചു വെച്ചോണം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2025 വേർഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത് ഏത് വാക്കാണ്? റേജ് ബിറ്റ് ആണ്. രാജ്യത്തെ ആദ്യത്തെ പ്രവർത്തന സജ്ജമായ സ്മാർട്ട് സിറ്റിയായ ഗിഫ്റ്റ് സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗാന്ധിനഗർ, ഗുജറാത്തിലാണ് കേട്ടോ. അപ്പം ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് ഗിഫ്റ്റ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? രാജ്യത്തെ ആദ്യത്തെ പ്രവർത്തന സജ്ജമായ സ്മാർട്ട് സിറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗാന്ധിനഗർ, ഗുജറാത്തിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഈ ഹർമൻ പ്രീത് കൗർ കേട്ടോ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഹർമൻ പ്രീത് കൗർ. അപ്പോൾ പഠിച്ചു വെച്ചോണം. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ്. അടുത്ത പോയിന്റ് നോക്കാം.
അടുത്തിടെ പരമ്പരാഗത പോത്തുപോരിനെ മൃഗപീഡന നിരോധന നിയമത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബിൽ പാസ്സാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? ആസാമാണ് കേട്ടോ, ആസാമാണ്. അപ്പോൾ പഠിച്ചു നോക്കണം. പരമ്പരാഗത പോത്തുപോരാണ്, അതിന് അവർ പറയുന്നത് മോഹ് ജൂജ് എന്നാണ് അവരുടെ ആ ഫെസ്റ്റിവലിനെ പറയുന്നത്. അതായത് പോത്തുപോരിനെ പറയുന്നത് മോഹ് ജൂജ് എന്നാണ് ആസാമിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അടുത്തിടെ പരമ്പരാഗത പോത്തുപോരിനെ അഥവാ മോഹ് ജൂജിനെ മൃഗപീഡന നിരോധന നിയമത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബില്ല് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? ആസാമിലാണ് കേട്ടോ, ആസാം. അടുത്ത പോയിന്റിൽ പോവാം നമുക്ക്. ഇന്ത്യയും മാലിദ്വീപും ചേർന്ന് നടത്തുന്ന 14ാമത് സംയുക്ത സൈനികാഭ്യാസമായ എക്സർസൈസ് എക്വറിൻ നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ഉൾപ്പെടുത്തിയത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കറണ്ട് അഫയേഴ്സ് കൂടാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇന്ത്യയും മാലിദ്വീപും ചേർന്ന് നടത്തുന്ന 14ാമത് സംയുക്ത സൈനികാഭ്യാസമായിട്ടുള്ള എക്സർസൈസ് എക്വറിൻ നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. അടുത്തിടെ പശ്ചിമ ബംഗാളിലെ ഏത് വിളയ്ക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്? ഡാർജിലിംഗ് മാൻഡറിൻ ഓറഞ്ചിനാണ് കേട്ടോ. അപ്പോൾ ഡാർജിലിംഗ് മാൻഡറിൻ ഓറഞ്ചാണ്. അടുത്തിടെ പശ്ചിമ ബംഗാളിലെ ഏത് വിളയ്ക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്? ഡാർജിലിംഗ് മാൻഡറിൻ ഓറഞ്ചാണ്. ഡാർജിലിംഗ് മാൻഡറിൻ ഓറഞ്ചാണ്. പശ്ചിമ ബംഗാളുമായിട്ട് കണക്ട് ചെയ്യണം. ഡാർജിലിംഗ് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ട് എവിടെയാണ്? പശ്ചിമ ബംഗാളിലല്ലേ, അപ്പം കണക്ട് ചെയ്യാലോ. അപ്പോൾ എന്താണ്? അടുത്തിടെ പശ്ചിമ ബംഗാളിലെ ഏത് വിളയ്ക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്? ഡാർജിലിംഗ് മാൻഡറിൻ ഓറഞ്ചിനാണ്. അടുത്ത പോയിന്റ് നോക്കാം. പയ്യന്നൂർ പീഠത്തിന്റെ സത്കലാരത്ന പുരസ്കാരത്തിന് അർഹയായതാരാണ്? കവിത കൃഷ്ണമൂർത്തിയാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. പയ്യന്നൂർ പീഠത്തിന്റെ സത്കലാരത്ന പുരസ്കാരത്തിന് അർഹയായതാരാണ്? കവിത കൃഷ്ണമൂർത്തിയാണ്. പാൻ മസാലയ്ക്ക് ആരോഗ്യ രാജ്യസുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നതിനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ്? നിർമ്മല സീതാരാമനാണ് കേട്ടോ. നിർമ്മല സീതാരാമനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. പാൻ മസാലയ്ക്ക് ആരോഗ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നതിനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ്? നിർമ്മല സീതാരാമനാണ്. റിസർവ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ഉഷ ജാനകി രാമനാണ് കേട്ടോ. അപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് ആണ്. പഠിച്ചു വെക്കുക. അടുത്തിടെ റിസർവ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആരാണ്? ഉഷ ജാനകി രാമനാണ്. അടുത്ത നമുക്ക് നോക്കാം. യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ ഒരുക്കാനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലെഡ് ഒരുക്കാനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ എന്താണ്? യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലെഡ് ഒരുക്കാനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ക്ലിയർ ആണ്. അടുത്തത് മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതി ഏതാണ്? KSOTO കേട്ടോ. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും ചോദിക്കും, പ്രതീക്ഷിക്കാം. ഈ ഒരു പദ്ധതി ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്താണ്? ഇതൊരു ബോധവൽക്കരണ പദ്ധതിയാണ്. പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ക്യാമ്പയിൻ പോലത്തെ ഒരു പദ്ധതിയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് KSOTO. ക്ലിയർ ആണ്. അടുത്തത് LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനാണ്. LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായതാരാണ്? രാമകൃഷ്ണൻ ചന്ദറാണ് കേട്ടോ. രാമകൃഷ്ണൻ ചന്ദർ. പഠിച്ചു വെച്ചോളൂ. LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായതാരാണ്? രാമകൃഷ്ണൻ ചന്ദറാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ പോസിറ്റീവ് പദവി ലഭിച്ച വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയാണ് കേട്ടോ. അപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ പോസിറ്റീവ് പദവി ലഭിച്ച വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയാണ്. ക്ലിയർ ആണ്. അടുത്തത് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം ഏതാണ്? വൈഭവ് സൂര്യവംശിയാണ്. നമ്മൾ വൈഭവ് സൂര്യവംശി നമുക്കറിയാം എന്താണ്, നമ്മൾ IPL കഴിഞ്ഞ സീസണിൽ IPL ഒക്കെ തിളങ്ങിയ ഒരു താരമാണ് വൈഭവ് സൂര്യവംശി. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് വൈഭവ് സൂര്യവംശി. അതുപോലെ തന്നെ IPL സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയായിരുന്നു സൂര്യവംശി. നമ്മൾ പഠിച്ചാണ്. IPL രാജസ്ഥാൻ റോയൽസിൻ്റെ താരം കൂടിയാണ് സൂര്യവംശി. അപ്പം അദ്ദേഹം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം കൂടി, ആ ഒരു നേട്ടം കൂടി അദ്ദേഹം ഈ ഒരു മാസം കൈവരിച്ചിട്ടുണ്ട്. വൈഭവ് സൂര്യവംശി കേട്ടോ. വൈഭവ് സൂര്യവംശി മറക്കരുതേ. അടുത്ത പോയിന്റ് നോക്കാം.
ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. നമുക്കറിയാം എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പുകൾ കൂടുതലും എവിടെയാണ്? ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ടെക് സിറ്റി എന്നല്ലേ അറിയപ്പെടുന്നത്, ടെക് സിറ്റി, ഇലക്ട്രോണിക് സിറ്റി എന്നൊക്കെയല്ലേ അറിയപ്പെടുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം. സ്റ്റാർട്ടപ്പുകൾ കൂടുതലും എന്താണ് IT വിഭാഗത്തിലൊക്കെ വരുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം. ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ബംഗളൂരുവാണ് കേട്ടോ. ബാംഗ്ലൂർ. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയ ടെലികോം കമ്പനി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിലയൻസ് ജിയോയാണ് കേട്ടോ. റിലയൻസ് ജിയോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ്? ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയ ടെലികോം കമ്പനി ഏതാണെന്ന് പരീക്ഷയ്ക്ക് വയ്ക്കും. ഏതാണ് ആ കമ്പനി? റിലയൻസ് ജിയോയാണ് കേട്ടോ. അടുത്തത്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിൻ്റെ പേരെന്താണ്? സേവാ തീർത്താണ് കേട്ടോ. ഒരു മാർക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കറണ്ട് അഫെയർ ആണ്. പഠിച്ചു വെച്ചോളൂ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിൻ്റെ പേരെന്താണ്? സേവാ തീർത്താണ് കേട്ടോ. അപ്പം സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റ് ആണ്, ആ ഒരു കമ്പനിയാണ് ഈ ഒരു സേവാ തീർത്തും നിർമ്മിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതുകൂടാതെ തന്നെ നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് വരാം. ഇന്ത്യ 2025-29 കാലയളവിലേക്ക് ഏത് അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുത്തത്? യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്, പഠിച്ചു വെച്ചോളൂ. ഇന്ത്യ 2025 മുതൽ 2029 കാലയളവിലേക്ക് ഏത് അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏതിലാണ്? യുനെസ്കോയുടെ എക്സിക്യൂട്ടീവ് ബോർഡിലാണ്. ക്ലിയർ ആണ്. അടുത്തത്, ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലിൻ്റെ പേരെന്താണ്? INS താരഗിരിയാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. INS താരഗിരിയാണ്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഏതാണ്? INS താരഗിരി. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? അരിദ്ധമാനാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. അടുത്ത് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയുടെ പേരെന്താണ്? അരിദ്ധമാനാണ്. 2025 ഡിസംബറിൽ 175 വർഷത്തിന് ശേഷം വയനാട് വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ അപൂർവ പരാത സസ്യം ഏതാണ്? കാമ്പല്യ ഒറാൻടിയാക്ക ആണ് കേട്ടോ. ടിയാക്കയാണ്. അപ്പോൾ എന്താണ്? 2025 ഡിസംബറിൽ 175 വർഷത്തിന് ശേഷം വയനാട് വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ അപൂർവ പരാത സസ്യം ഏതാണ്? കാമ്പല്യ ഒറാൻടിയാക്കയാണ്. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ കിരീടം നേടിയത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? നമ്മുടെ സ്വന്തം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ കിരീടം നേടിയത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? കാലിക്കറ്റ് സർവകലാശാലയാണ്. അടുത്തത്, നിലവിലെ റിസർവ് ബാങ്കിൻ്റെ പുതിയ റിപ്പോ നിരക്ക് 5.25%, അതായത് 5.25% ആണ് കേട്ടോ. അപ്പോൾ റിപ്പോ നിരക്കൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു നിരക്കാണ് റിപ്പോ നിരക്ക് റിസർവ് ബാങ്കിൻ്റെ. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തെ റിപ്പോ നിരക്കാണ് ഈ പറയുന്നത്. അപ്പോൾ കറൻറ്റ്ലിയും അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ ഇപ്പോൾ നിലവിലത്തെ റിപ്പോ നിരക്കാണ്. അപ്പോൾ നിലവിലെ റിസർവ് ബാങ്കിൻ്റെ പുതിയ റിപ്പോ നിരക്ക് എത്രയാണ്? 5.2% അഥവാ 5.25% ആണ്. അടുത്ത പോയിന്റ്, പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. അപ്പോൾ വളരെ ഒരു വിരോധാഭാസമായിട്ടുള്ളൊരു അവാർഡ് പുരസ്കാരമാണ്. ഡൊണാൾഡ് ട്രംപിന് സമാധാന പുരസ്കാരമൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണല്ലേ. അപ്പോൾ അത് വെച്ച് തന്നെ കണക്ട് ചെയ്തോളൂ. അപ്പോൾ എന്താണ്? പ്രഥമ ഫിഫ സമാധാന പുരസ്കാരമാണ്, നോബൽ സമാധാനമല്ല. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചത് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. ക്ലിയർ ആണ്. അടുത്തത്, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കായി അലാസ് അഥവാ AI സർവീസ്
എന്ന പേരിൽ ആദ്യമായി തദ്ദേശീയ AI സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ന്യൂറാലിക്സ് AI ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, പഠിച്ചു വെച്ചോളൂ. ഒരു മിനിറ്റ് പഠിച്ചു വെച്ചോളൂ. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കായി അലാസ് മീൻസ് AI ആസ് എ സർവീസ് എന്നാണ്. AI ആസ് എ സർവീസ് എന്ന പേരിൽ ആദ്യമായി തദ്ദേശീയ AI സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ് ആ കമ്പനി? ന്യൂറാലിക്സ് AI ആണ്. ന്യൂറാലിക്സ് AI ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? വിശാഖപട്ടണത്താണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശാഖപട്ടണമാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. അപ്പോൾ എവിടെയാണ്? വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം മറക്കരുതേ. അടുത്തത് 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഡിസംബർ മാസം പ്രഖ്യാപിച്ചിരുന്നു. ജപ്പാനിലാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ വേദികളിൽ ഒരു മാർക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ജപ്പാനാണ്. ജപ്പാൻ. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ് ബോളിൽ ജേതാക്കളായതാരാണ്? നമ്മുടെ MG സർവകലാശാലയാണ് കേട്ടോ. MG സർവകലാശാല. അപ്പോൾ എന്താണ്? രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ് ബോളിൽ ജേതാക്കളായതാരാണ്? MG സർവകലാശാലയാണ്. രാജ്യത്തെ വിവിധ മേഖലയിലെ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായി ഏത് സംസ്ഥാനത്തെ വൊക്കേഷണൽ പാഠപദ്ധതിയിലാണ് മലയാളം ഉൾപ്പെടുത്തിയത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്നൊരു പരീക്ഷകളിൽ ഈ ഒരു ചോദ്യം ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലുള്ള ചോദ്യമാണ് ഞാൻ നോക്കിയിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? രാജ്യത്തെ വിവിധ മേഖലയിലെ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായി ഏത് സംസ്ഥാനത്തെ വൊക്കേഷണൽ പാഠപദ്ധതിയിലാണ് മലയാളം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശാണ് മറക്കരുതേ. മലയാളം വൊക്കേഷണൽ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് മറക്കരുതേ. അടുത്തത് ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായതാരാണ്? ലുവാന ലോപ്പസ് ലാറയാണ് കേട്ടോ. അറിഞ്ഞിരുന്നാൽ മതി. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായതാരാണ്? ലുവാന ലോപ്പസ് ലാറയാണ്. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ ഉൾപ്പെടെ സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാകുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. ഇതര ജാതി, അതായത് വ്യത്യസ്ത അന്യജാതികളിൽ നിന്നൊക്കെയാണ്. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ ഉൾപ്പെടെ സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാകുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാനമാണ് കർണാടകയാണ് കേട്ടോ. അടുത്തല്ലേ. അപ്പോൾ അടുത്തത് നോക്കാം നമുക്ക്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSFിൻ്റെ ഡയറക്ടർ ജനറലായി അധിക ചുമതലയേറ്റ വ്യക്തി ആരാണ്? പ്രവീൺ കുമാർ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഒരു അപ്പോയിൻമെൻ്റ് ആണ്. ഡിസംബർ മാസം നടന്നൊരു നിയമനമാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSFിൻ്റെ ഡയറക്ടർ ജനറലായി അധിക ചുമതലയേറ്റ വ്യക്തി ആരാണ്? പ്രവീൺ കുമാർ ആണ് കേട്ടോ. പ്രവീൺ കുമാർ. അപ്പോൾ പ്രവീൺ കുമാർ അധിക ചുമതലയാണ്. അപ്പോൾ അദ്ദേഹം വേറൊരു ചുമതലയോടെ വഹിക്കുന്നുണ്ട്. ആ ചുമതല എന്താണ്? നിലവിൽ അദ്ദേഹം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അതായത് ITBPയുടെ മേധാവി കൂടിയാണ് പ്രവീൺ കുമാർ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. നിലവിലെ ITBPയുടെയും അതുപോലെ തന്നെ BSFിൻ്റെയും ഡയറക്ടർ ജനറൽ ആരാണ്? പ്രവീൺ കുമാർ ആണ് കേട്ടോ. മറക്കരുതേ. 2025 $8,270 കോടി വാർണർ ബ്രദേഴ്സ് ഡിസ്കവറിയെ ഏറ്റെടുത്ത പ്രമുഖ സ്ട്രീമിംഗ് കമ്പനി ഏതാണ്? നെറ്റ്ഫ്ലിക്സ് ആണ് കേട്ടോ. നെറ്റ്ഫ്ലിക്സ് നമ്മളൊക്കെ സിനിമ കാണുന്നതാണ്. നെറ്റ്ഫ്ലിക്സ് OTT സിനിമ കാണുന്നതാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 2025 ഡിസംബറിൽ $8,270 കോടി വാർണർ ബ്രദേഴ്സ് ഡിസ്കവറിയെ ഏറ്റെടുത്ത പ്രമുഖ സ്ട്രീമിംഗ് കമ്പനി ഏതാണ്? നെറ്റ്ഫ്ലിക്സ് ആണ് കേട്ടോ. 2025 ക്രോസ് വേർഡ് പരിഭാഷ പുരസ്കാരം നേടിയ ദ എർത്ത് ബ്ലൂഡ് ഏതു മലയാള നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? നിലം പുത്തു മലർന്ന നാളാണ്. നിലം പുത്തു മലർന്ന നാള് എന്ന് പറഞ്ഞ കഥയ്ക്കാണ് കേട്ടോ. അപ്പോൾ നോവലിനാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 2025 ക്രോസ് വേർഡ് പരിഭാഷ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നുകൂടെ പറയാം. 2025 ക്രോസ് വേർഡ് പരിഭാഷാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ദ എർത്ത് ബ്ലൂഡ് ഏതു മലയാള നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? നിലം
നിലം പൂത്തു മലർന്ന നാൾ എന്ന് പറഞ്ഞ നോവലിൻ്റെ പരിഭാഷയാണ്. ഈ നിലം പൂത്തു മലർന്ന നാൾ എന്ന് പറഞ്ഞ നോവൽ രചിച്ചതാരാണ്? മനോജ് കുറൂരാണ് കേട്ടോ. മനോജ് കുറൂരിൻ്റെ ആണ് ഈ നോവൽ. അത് പരിഭാഷപ്പെടുത്തിയത് അഥവാ ട്രാൻസ്ലേഷൻ ചെയ്തത് ഇംഗ്ലീഷിലേക്ക് ജെ ദേവികയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അടുത്ത പോയിന്റ്, 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ ചെഫ് ഡി മിഷനായി നിയമിതനായതാരാണ്? സഹദേവ് യാദവാണ്. 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ ചെഫ് ഡി മിഷനായി നിയമിതനായതാരാണ്? സഹദേവ് യാദവാണ്. അടുത്ത നോക്കാം, രാജ്യത്തിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സിക്യൂട്ടീവ് റൂട്ട് ഏതാണ്? ഡൽഹി ടു പാട്നയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, രാജ്യത്തിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് റൂട്ട് ഏതാണ്? ഡൽഹി മുതൽ പാട്ന വരെ, ഡൽഹി ടു പാട്നയാണ്. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൻ്റെ ജൂറി അധ്യക്ഷനാരാണ്? മുഹമ്മദ് റസൂലോഫാണ് കേട്ടോ. മുഹമ്മദ് റസൂലോഫാണ്. ഇദ്ദേഹം ഇറാനിയൻ സംവിധായകനാണ്. പഠിച്ചു വെക്കുക, 30ാമത് നോട്ട് ചെയ്തോണേ, 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൻ്റെ ജൂറി അധ്യക്ഷനാരാണ്? മുഹമ്മദ് റസൂലോഫാണ്. ഇദ്ദേഹം ഇറാനിയൻ സംവിധായകനാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം, രാജ്യത്ത് ഒരു കർഷകൻ്റെ സ്വന്തം ഇനമായി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കിഴങ്ങ് വർഗ്ഗം ഏതാണ്? മന്നയാണ് കേട്ടോ, മന്ന. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, രാജ്യത്ത് ഒരു കർഷകൻ്റെ സ്വന്തം ഇനമായി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കിഴങ്ങ് വർഗ്ഗം ഏതാണ്? മന്നയാണ്. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച റീസണിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ച് ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റീസണിംഗ് മോഡൽ ഏതാണ്? ജെമിനി 3 ഡീപ് തിങ്ക് ആണ് കേട്ടോ. അപ്പോൾ എയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ വരുന്ന നമ്മുടെ റീസെൻ്റായിട്ട് നടന്ന പരീക്ഷകളിലൊക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒന്നുകൂടെ പറയാം, പഠിച്ചു വെച്ചോളൂ. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച റിസണിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ച് ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിസണിംഗ് മോഡലാണ് ജെമിനി 3 ഡീപ് തിങ്ക് കേട്ടോ. ജെമിനി 3 ഡീപ് തിങ്ക് ആണ്. അടുത്ത് നോക്കാം, ഫിഡെ ചെസ് റേറ്റിംഗ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? സർവജ്യ സിംഗ് കുഷ്വാഹയാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, ഫിഡെ ചെസ് റേറ്റിംഗ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമാരാണ്? സർവജ്യ സിംഗ് കുഷ്വാഹയാണ്. അടുത്ത പോയിന്റ് നോക്കാം, നമുക്ക് അടുത്ത കറണ്ട് അഫയർ നോക്കാം. 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക TV ചാനൽ ഏതാണ്? റഷ്യ ടുഡേ ആണ് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്യാൻ എളുപ്പമല്ലേ, റഷ്യ ടുഡേ. അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ്? 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക TV ചാനൽ ഏതാണ്? റഷ്യ ടുഡേ ആണ്. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയുടെ എതിരാളികൾ ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. അപ്പോൾ 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയുടെ എതിരാളികൾ ആരൊക്കെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്ക മത്സരമായിരിക്കും 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ആദ്യ മത്സരം. പരീക്ഷയ്ക്ക് ഉറപ്പാണ് ചോദ്യം. അടുത്ത നമുക്ക് നോക്കാം, ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ ഗവേണൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ അവാർഡ് ലഭിച്ച കേരള പദ്ധതി ഏതാണ്? ഡിജി കേരളം പദ്ധതിയാണ് കേട്ടോ. ഡിജിറ്റൽ കേരളമാണ്, ഡിജി കേരളം പദ്ധതിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ ഗവേണൻസ് ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച പദ്ധതി ഏതാണ്? ഡിജി കേരളം പദ്ധതിയാണ്. അടുത്ത നമുക്ക് നോക്കാം, കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അബേദർ റഹ്മാൻ സിസാക്കോയ്ക്കാണ് കേട്ടോ. അബേദർ റഹ്മാൻ സിസാക്കോയ്ക്കാണ്. ഇദ്ദേഹം ഒരു മൗറീഷ്യൻ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഇദ്ദേഹം കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അബേദർ റഹ്മാൻ സിസാക്കോയ്ക്കാണ്. ഇദ്ദേഹം ഒരു മൗറീഷ്യൻ സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? FC ഗോവയാണ് കേട്ടോ. ഗോവ. അപ്പോൾ 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാ? ഏത് ടീമാണ്? FC ഗോവയാണ്.
30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള അഥവാ IFFKയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? പാലസ്തീൻ 36 പാലസ്തീൻ 36 ആണ്. അതിൻ്റെ സംവിധാനമാരാണ്? ആൻമേരി ജാസിറാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോണേ. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള അഥവാ IFFKയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? പാലസ്തീൻ 36 അഥവാ പാലസ്തീൻ 36 ആണ്. അതിൻ്റെ സംവിധാനമാരാണ്? ആൻമേരി ജാസിറാണ്. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? CMS കോളേജ് കോട്ടയമാണ് കേട്ടോ. CNS കോളേജ് കോട്ടയമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്താണ്? ഇപ്പോഴത്തെ കുട്ടികളുടെ കാലഘട്ടം എന്താണ്? ജെൻസി അല്ലേ. ഇപ്പം കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്താണ്? ജെൻസി ജനറേഷനിൽപ്പെട്ട കുട്ടികളല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചാണ് CMS കോളേജിൽ ആരംഭിച്ചത്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? CMS കോളേജ് കോട്ടയം കേട്ടോ. അടുത്തത്, അനധികൃതമായി പറക്കുന്ന ഡ്രോണുകളെ വീഴ്ത്താൻ കേരള പോലീസിലെ ഡ്രോൺ ഫോറൻസിക് വിഭാഗം വികസിപ്പിച്ച സംവിധാനം ഏതാണ്? ഈഗിൾ ഐ ആണ് കേട്ടോ. ഈഗിൾ ഐ ആണ്. അപ്പോൾ എന്താണ്? അനധികൃതമായി പറക്കുന്ന ഡ്രോണുകളെ വീഴ്ത്താൻ കേരള പോലീസിലെ ഡ്രോൺ ഫോറൻസിക് വിഭാഗം വികസിപ്പിച്ച സംവിധാനം ഏതാണ്? ഈഗിൾ ഐ ആണ്. ഈഗിൾ ഐ. 2025 ദുരന്ത നിവാരണ ലോക ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഡെറാഡൂൺ ആണ് കേട്ടോ. ഡെറാഡൂൺ ആയിരുന്നു. അപ്പോൾ 2025 ദുരന്ത നിവാരണ ലോക ഉച്ചകോടി വേദി എവിടെയാണ്? ഡെറാഡൂൺ ആയിരുന്നു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കാൻഡിഡേറ്റ് ടൂർണമെൻറ്റിൽ യോഗ്യത നേടിയ ഇന്ത്യക്കാരനാരാണ്? ആർ പ്രഗ്യാനന്ദയാണ് കേട്ടോ. ആർ പ്രഗ്യാനന്ദയാണ്. അപ്പോൾ എന്താണ്? ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കാൻഡിഡേറ്റ് ടൂർണമെൻറ്റിന് യോഗ്യത നേടിയ ഇന്ത്യക്കാരനാരാണ്? ആർ പ്രഗ്യാനന്ദ. അടുത്ത പോയിന്റ് നോക്കാം. അന്താരാഷ്ട്ര നാണയനിധി ലോകത്ത് ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ സംവിധാനം ഏതാണ്? UPI ആണ്. UPIയുടെ ഫുൾ ഫോം ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് ആണ്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് UPIയുടെ ഫുൾ ഫോമായിട്ട് വരുന്നത്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിലും ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരങ്ങൾ നേടിയ ക്രിക്കറ്റ് താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. നമുക്കറിയാം വിരാട് കോഹ്ലി ഒരു കിങ് കോഹ്ലി എന്നല്ലേ അറിയപ്പെടുന്നത്. ക്രിക്കറ്റിലെ ഒരു ലെജൻഡ് അല്ലേ, ക്രിക്കറ്റിലെ ഒരു ഗോട്ട് എന്ന് തന്നെ നമുക്ക് വിരാട് കോഹ്ലിയെ വിശേഷിപ്പിക്കാം. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണേ. അപ്പോൾ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിലുമായി ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരങ്ങൾ നേടിയ താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി. അടുത്ത പോയിന്റ് നോക്കാം. 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ്. വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം. അപ്പോൾ കളരിപ്പയറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ചേകവന്മാരുടെ കളിയല്ലേ. അപ്പോൾ കണ്ണൂരൊക്കെയല്ലേ കൂടുതൽ ചേകവന്മാരും ഒക്കെ കാണുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം. 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഏത് ജില്ലയാണ്? കണ്ണൂർ ജില്ലയാണ്. വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. സമഗ്ര വോട്ടർ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വിതരണം ചെയ്ത് തിരിച്ചു കിട്ടിയ ഫോമുകൾ മുഴുവൻ ഡിജിറ്റലൈസേഷൻ ചെയ്ത ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ്. അപ്പോൾ നമുക്കറിയാം SIR ഒക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കണക്ട് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ SIR എല്ലാം എന്ത് ചെയ്യണം? ഡിജിറ്റലൈസ് ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്തത് ഏത് ജില്ലയാണ്? കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വിതരണം ചെയ്ത് തിരിച്ചു കിട്ടിയ ഫോമുകൾ മുഴുവൻ ഡിജിറ്റലൈസേഷൻ ചെയ്ത ആദ്യ ജില്ല ഏതാണ്? കേരളത്തിലെ കാസർഗോഡ് ജില്ലയാണ്. റെയിൽവേ പശ്ചാത്തലമാക്കി TD രാമകൃഷ്ണൻ രചിച്ച നോവൽ ഏതാണ്? പച്ച മഞ്ഞ ചുമപ്പാണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ പ്രധാനപ്പെട്ട ആളുകൾ നിർമ്മിക്കുന്ന നോവലുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കണം. അടുത്തിടെ റെയിൽവേ പശ്ചാത്തലമാക്കി TD രാമകൃഷ്ണൻ രചിച്ച നോവൽ ഏതാണ്? പച്ച മഞ്ഞ ചുവപ്പാണ്. രാജ്യത്ത് ആദ്യമായി വീൽ ചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റൻറ്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ഏതാണ്? ബംഗളൂരു വിമാനത്താവളമാണ്. ബാംഗ്ലൂർ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കാര്യമാണല്ലേ വീൽ ചെയർ. നമുക്കറിയാം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ച് ഫ്ലൈറ്റിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു അസിസ്റ്റൻറ്റ് സംവിധാനം വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ പഠിച്ചു വെച്ചോണം. അപ്പോൾ അത് വന്നത് ബാംഗ്ലൂരിലാണ്. പഠിച്ചു വെച്ചോണം. രാജ്യത്ത് ആദ്യമായി വീൽ ചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റൻറ്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ഏതാണ്? ബംഗളൂരു വിമാനത്താവളമാണ്.
അനാഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും 1% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. നല്ലൊരു തീരുമാനമാണ്. അപ്പം അത് നല്ല തീരുമാനങ്ങൾ എന്ത് ചെയ്താലും നമ്മൾ എന്ത് വേണം? അഭിനന്ദിക്കണം ആ സർക്കാരിനെ. അപ്പോൾ അത് നമുക്കൊന്ന് അഭിനന്ദിക്കാം. അതുകൂടാതെ തന്നെ നല്ലൊരു ചോദ്യം കൂടെയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അനാഥരായ കുട്ടികൾ, ഓർഫൻസ് ആയ കുട്ടികൾ, അനാഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും 1% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ, മഹാരാഷ്ട്ര. അടുത്ത പോയിന്റ്, ലോകത്ത് ആദ്യമായി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് വിലക്കിയുള്ള നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ് കേട്ടോ. അപ്പോൾ ലോകത്ത് ആദ്യമായി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് വിലക്കിയുള്ള നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. അടുത്തിടെ യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ സാംസ്കാരിക ആഘോഷം ഏതാണ്? നമ്മുടെ ദീപാവലിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. അടുത്തിടെ യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക ആഘോഷം ഏതാണ്? നമ്മുടെ സ്വന്തം നമ്മൾ ആഘോഷിക്കുന്ന ദീപാവലിയാണ് കേട്ടോ. ടൈം മാഗസിൻ CEO ഓഫ് ദ ഇയർ 2025 തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജനാണ് നീൽ മോഹനാണ്. നീൽ മോഹൻ യൂട്യൂബ് CEO ആണ്. ഇപ്പം നിലവിൽ അദ്ദേഹം ഒരു യൂട്യൂബ് CEO ആണ് അദ്ദേഹം കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ടൈം മാഗസിൻ CEO ഓഫ് ദ ഇയർ 2025 തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജനാണ് നീൽ മോഹനാണ്. അപ്പോൾ അദ്ദേഹം ഏത് കമ്പനിയുടെ CEO ആണ്? യൂട്യൂബ് CEO ആണ്. അടുത്തത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, നമ്മുടെ SIR ആണ്. SIR 2026 ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് 100% ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. കണക്ട് ചെയ്ത് പഠിച്ചോണം. കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത ജില്ല ഏതാണ്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്, കാസർഗോഡ് ജില്ലയാണ്. അന്ന് പറഞ്ഞതിന് വിട്ട് 100% ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIR 2026 ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് 100% ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്തത് 2026 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക പ്രഖ്യാപിച്ച ന്യൂ G20 പദ്ധതി പ്രകാരം പുതുതായി അംഗത്വം നൽകപ്പെട്ട രാജ്യം ഏതാണ്? പോളണ്ടാണ് കേട്ടോ. പോളണ്ടാണ്. ഒഴിവാക്കപ്പെട്ട രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുവേ. അപ്പോൾ പുറത്താക്കിയതും ഉൾപ്പെട്ട രാജ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 2026 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക പ്രഖ്യാപിച്ച ന്യൂ G20 പദ്ധതി പ്രകാരം പുതുതായി അംഗത്വം നൽകപ്പെട്ട രാജ്യം ഏതാണ്? പോളണ്ടാണ്. ഒഴിവാക്കപ്പെട്ട രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? ഗാൽവൻ വാലിയാണ്. ലഡാക്കിലെ ഗാൽവൻ വാലിയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? ഗാൽവൻ വാലി, ലഡാക്ക്. ഗാൽവൻ വാലി, ലഡാക്ക്. ഡൊണാൾഡ് ട്രംപ് രതൻ ടാറ്റ റോഡ്, ഗൂഗിൾ സ്ട്രീറ്റ്, മൈക്രോസോഫ്റ്റ് റോഡ് തുടങ്ങിയ പേരുകളിൽ പ്രധാന റോഡുകൾ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. എന്താണല്ലേ, നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് വന്ന ഒരു റോഡുകൾക്ക് വന്ന പേരുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ പേരുകൾ? ഡൊണാൾഡ് ട്രംപ് റോഡ്, രതൻ ടാറ്റ റോഡ്, ഗൂഗിൾ സ്ട്രീറ്റ്, മൈക്രോസോഫ്റ്റ് റോഡ് തുടങ്ങിയ പേരുകളിൽ പ്രധാന റോഡുകൾക്ക് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. തെലങ്കാന. ഇന്ത്യയിൽ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് സംഗമം ഏതാണ്? ഹഡിൽ ഗ്ലോബലാണ് കേട്ടോ. ഹഡിൽ ഗ്ലോബലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് സംഗമം ഏതാണ്? ഹഡിൽ ഗ്ലോബലാണ്. 2025 ഡിസംബറിലെ എർത്ത് സമ്മിറ്റ് വേദി എവിടെയായിരുന്നു? ഗാന്ധിനഗർ, ഗുജറാത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ 2025 ഡിസംബറിൽ നടന്ന എർത്ത് സമ്മിറ്റിൻ്റെ വേദി എവിടെയായിരുന്നു? ഗാന്ധിനഗർ, ഗുജറാത്ത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷനാരാണ്? PP ചൗധരിയാണ് കേട്ടോ. PP ചൗധരി. പഠിച്ചു വെച്ചോളൂ, 1 മാർക്ക് ഉറപ്പിക്കാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായുള്ള 129ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷനാരാണ്? PP ചൗധരിയാണ്.
രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? വാരണാസിയിലാണ് കേട്ടോ. വാരണാസി പഠിച്ചു വെച്ചോളൂ, വാരണാസിയിലാണ്. അപ്പോൾ എന്താണ്? നല്ലൊരു ചോദ്യമാണ്, പഠിച്ചു വെച്ചോളൂ. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? വാരണാസിയിലാണ്. ഈ വാരണാസിയിലെ ഹൈഡ്രജൻ ബോട്ട് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഈ ബോട്ട് പൂർണ്ണമായും രൂപകൽപ്പന നിർമ്മിച്ചതെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്തത് 2026 ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒഫീഷ്യൽ റീജിയണൽ സ്പോൺസറായി കരാർ പുതുക്കിയ ഇന്ത്യൻ കമ്പനി ഏതാണ്? അമൂലാണ് കേട്ടോ. നമ്മുടെ അമൂലാണ്. അമൂൽ ഐസ്ക്രീമും അമൂൽ മിൽക്കും ഒക്കെ ഇല്ലേ, ആ ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 2026 ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒഫീഷ്യൽ റീജിയണൽ സ്പോൺസറായി കരാർ പുതുക്കിയ ഇന്ത്യൻ കമ്പനി ഏതാണ്? അമൂലാണ്. ഗോൾഡൻ ഗ്ലോബ് ഹൊറൈസൺ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ബോളിവുഡ് നടിയായിട്ടുള്ള ആലിയ ഭട്ടിനാണ് കേട്ടോ. ആലിയ ഭട്ട്. അപ്പോൾ ഗോൾഡൻ ഗ്ലോബ് ഹൊറൈസൺ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ആലിയ ഭട്ടിനാണ്. അടുത്തത് 70 അടിയോളം ഉയരമുള്ള മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. നമുക്കറിയാം, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ന്യൂസും ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ ലയണൽ മെസ്സി കൊൽക്കത്തയിലും അതുപോലെ തന്നെ നമ്മുടെ അംബാനിയുടെ വീട്ടിലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്ക് ഡിസംബർ മാസത്തിൽ. അപ്പോൾ അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തതാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 70 അടിയോളം ഉയരമുള്ള മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി എത്തുന്ന ആദ്യ മലയാളി ആരാണ്? PR രമേശാണ് കേട്ടോ. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി എത്തുന്ന ആദ്യ മലയാളി PR രമേശാണ്. അതുപോലെ തന്നെ പുതിയ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. രണ്ട് തമ്മിൽ തിരിഞ്ഞു പോല്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയലും. അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എത്തുന്ന ആദ്യ മലയാളിയാണ് PR രമേശ് എന്നൂടെ കണക്ട് ചെയ്ത് പഠിച്ചോണേ. ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? പാറ്റ്നയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? പാറ്റ്നയാണ്. പാറ്റ്ന എവിടെയാണ്? ബീഹാറിലാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ജീവനക്കാരുടെ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. എല്ലാ വർഷവും സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ജീവനക്കാരുടെ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 2025 ഡിസംബറിൽ ഗോൾഡ് കാർഡ് വിസ പദ്ധതി ആരംഭിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 2025 ഡിസംബറിൽ ഗോൾഡ് കാർഡ് വിസ പദ്ധതി ആരംഭിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അടുത്ത് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ക്ലാസ് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ, മറക്കരുതേ. അടുത്ത പോയിന്റ്, G7 ബദലായി ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കാൻ പോകുന്ന പുതിയ സഖ്യം ഏതാണ്? കോർ 5 ആണ് കേട്ടോ. കോർ 5. അപ്പം നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. പഠിച്ചു വെച്ചോളൂ. G7 ബദലായിട്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കാൻ പോകുന്ന പുതിയ സഖ്യം ഏതാണ്? കോർ 5 ആണ്. അപ്പോൾ കോർ 5-ൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കും പരീക്ഷയ്ക്ക്. US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, റഷ്യ, നമ്മുടെ ഇന്ത്യ, അതുപോലെ തന്നെ ജപ്പാൻ എന്നിവരാണ് അംഗരാജ്യങ്ങളായിട്ട് കോർ 5-ൽ വരുന്നത്. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ആരാണ്? സംഗീത ബറുവ പിഷാരടിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളം. PSI ആണ്. അതായത് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ആരാണ്? സംഗീത ബറുവ പിഷാരടിയാണ്. 2025 ഡിസംബറിൽ ചേർത്ത പുതിയ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? സിലി സർഹ് തടാകം രാജസ്ഥാനും അതുപോലെ തന്നെ കോപ്ര ജലാശയം ഛത്തീസ്ഗഡും. പഠിച്ചു വെച്ചോളൂ, ഉറപ്പാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്താണ് 2025 ഡിസംബർ മാസത്തിൽ ചേർത്ത പുതിയ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? സിലി സർഹ് തടാകം രാജസ്ഥാനിലാണ്, അതുപോലെ തന്നെ കോപ്ര ജലാശയം ഛത്തീസ്ഗഡിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ നടൻ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഏതാണ്? കേർവാണ് കേട്ടോ. കേർവാണ്. പഠിച്ചു വെച്ചോളൂ. അപ്പോൾ എന്താണ് അടുത്തിടെ നമ്മുടെ മലയാള നടനായിട്ടുള്ള നിവിൻ പോളി. അപ്പോൾ നിവിൻ പോളിയുടെ പുതിയ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, സർവ്വമായം. അത് നല്ലൊരു സിനിമയാണ്, നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആ സിനിമ കണ്ടു. നല്ലൊരു സിനിമയാണ്, നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുക. അടുത്തിടെ നടൻ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഏതാണ്? കേർവാണ് കേട്ടോ. ക്രേവാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവായിരുന്നു സർവം മായ എന്ന് പറഞ്ഞ സിനിമയിലൂടെ കുറേ നാളുകൾക്ക് ശേഷം. അതുപോലെ തന്നെ അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എന്താണ്, അദ്ദേഹം പുതിയൊരു സ്റ്റാർട്ടപ്പ്
ആരംഭിച്ചു നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. അദ്ദേഹം സിനിമയിൽ തിരിച്ചു വന്നപ്പോൾ തന്നെ നല്ലൊരു സിനിമ അദ്ദേഹത്തിന് ഹിറ്റായപ്പോൾ തന്നെ അദ്ദേഹം എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയെന്നങ്ങ് കണക്ട് ചെയ്ത് പഠിക്കുക. കേർവ്, ആ കമ്പനിയുടെ പേരെന്താണ്? കേർവ് എന്നോടെ പറയാം. അടുത്തിടെ നടൻ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ക്രേവ് ആണ്. ഇന്ത്യയുടെ 27ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ളത് ആരാണ്? ഇഷ ശർമ്മയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ 27ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഇഷ ശർമ്മയാണ്. 2025 ഡിസംബറിൽ നടന്ന സ്ക്വാഷ് ലോകകപ്പ് മത്സരത്തിൽ കിരീടം നേടിയത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ 2025 ഡിസംബർ മാസത്തിൽ നടന്ന സ്ക്വാഷ് ലോകകപ്പ് മത്സരത്തിൽ കിരീടം നേടിയത് ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യയാണ്. അടുത്തത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് പ്രകാരം AI സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3ാം സ്ഥാനമാണ് കേട്ടോ. 3ാം സ്ഥാനമാണ്. അടുത്തിടെ GI ടാഗ് ലഭിച്ച അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നം ഏതാണ്? ദാവോ ആണ് കേട്ടോ. ദാവോ. അടുത്തിടെ GI ടാഗ് ലഭിച്ച അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നം ഏതാണ്? ദാവോ ആണ്. 2026 നടക്കാനിരിക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ. 2025 ഡിസംബറിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതയായതാരാണ്? സിസ തോമസ് ആണ്. 2025 മികച്ച വെൽനസ് ഡെസ്റ്റിനേഷൻ ഏതാണ്? കേരളമാണ്. 2025 മികച്ച വെൽനസ് ഡെസ്റ്റിനേഷൻ ഏതാണ്? കേരളമാണ്. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളമാണ്. നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. നബാർഡിൻ്റെ നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സഹകാർ സാരഥിയിൽ അടുത്തിടെ അംഗമായ ബാങ്ക് ഏതാണ്? കേരള ബാങ്കാണ് കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയില്ലേ? തൊഴിലുറപ്പ് പദ്ധതി ഈ ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്തിരുന്നു. അതിൻ്റെ പുതിയ പേരാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന് പറയുന്നത്. അതായത് VBG റാംജി ബില്ല്. ആ ബില്ല് അവതരിപ്പിച്ച തീയതി പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 ഡിസംബർ 16 ബില്ല് അവതരിപ്പിച്ച ആരാണ്? കേന്ദ്ര തദ്ദേശ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആരാണ്? പഞ്ചായത്ത് രാജ് മന്ത്രിയായിട്ടുള്ള ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബില്ല് പ്രകാരം തൊഴിൽ ദിനങ്ങൾ പ്രതിവർഷം 100 ദിനങ്ങൾ എന്നത് 125 ദിവസം ആക്കിയിട്ടുണ്ട്. VBG റാംജി ബില്ല് പ്രകാരം അതുപോലെ തന്നെ പുതിയ ബില്ല് പ്രകാരം തൊഴിലുറപ്പ് വേതനത്തിൻ്റെ 40% ഇനി സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും. നേരത്തെ 90% കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ 10% സംസ്ഥാനം എന്നായിരുന്നു. ഇപ്പോൾ പുതിയ ബില്ല് പ്രകാരം 40% സംസ്ഥാന സർക്കാരും 60% കേന്ദ്ര സർക്കാരും എന്നാണ് പുതിയ ബില്ല് പ്രകാരം തൊഴിലുറപ്പ് വേതനം വരുന്നത്. അതുപോലെ തന്നെ 100 ദിനങ്ങൾ എന്നുള്ളത് പ്രതിവർഷം 125 ദിവസമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ക്ലിയർ ആണ്? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അടുത്തത് നോക്കാം. 2025 സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ജേതാക്കൾ ആരാണ്? ജാർഖണ്ഡാണ്. 2025 സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ജേതാക്കൾ ആരാണ്? ജാർഖണ്ഡാണ്. സെയ്ദ് മുഷ്താഖ് അലി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ്, കണക്ട് ചെയ്തോണേ. അടുത്തത് 2025 ഡിസംബറിൽ പാകിസ്ഥാനിൽ വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സിനിമ ഏതാണ്? ദുരന്തറാണ് കേട്ടോ. നമ്മുടെ രൺവീർ സിംഗിൻ്റെ ഒരു ഇന്ത്യൻ സ്പൈ ആയിട്ട് വരത്തില്ലേ? നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് നടക്കുന്ന ഒരു സംഭവമല്ലേ അത്, ഇന്ത്യൻ സ്പൈ ഇൻ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ റീൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിക്ക കൂട്ടുകാരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ റീൽ കാണിക്കത്തില്ല, ആ ഒരു സിനിമയാണ് ദുരന്തർ സിനിമ. അപ്പോൾ 2025 ഡിസംബറിൽ പാകിസ്ഥാനിൽ വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സിനിമ ഏതാണ്? ദുരന്തർ. ആ സിനിമയുടെ നായകനാരാണ്? രൺവീർ സിംഗ് ആണ് കേട്ടോ. അടുത്തിടെ RBI പുറത്തിറക്കിയ ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 2024-25 റിപ്പോർട്ട് പ്രകാരം GDPയിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 2024-25 റിപ്പോർട്ട് പ്രകാരം GDPയിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അടുത്തിടെ മണ്ണ് തടാകം ആരംഭിച്ച സംസ്ഥാനം മേഘാലയയാണ്. നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തിടെ മണ്ണ് തടാകം ആരംഭിച്ച സംസ്ഥാനം മേഘാലയ. കേരളത്തിൽ 35 മുതൽ 60 വയസ്സ് വരെ പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ നൽകുന്ന പെൻഷൻ പദ്ധതി ഏതാണ്? സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്. നമുക്കറിയാം അടുത്തിടെ നമ്മുടെ കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. ആ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്താണ് പറയുന്നത്? കേരളത്തിൽ 35 വയസ്സിനും 60 വയസ്സ് പ്രായപരിധിയിലുള്ള ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് പ്രതിമാസം നൽകുന്ന പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. അപ്പം അത് ജോലിയില്ലായിരിക്കണം, 35 വയസ്സും 60
വയസ്സിനും ഇടയിൽ പ്രായമായവർ ആയിരിക്കണം. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ മഞ്ഞ പിങ്ക് കാർഡിലുള്ളവർ കൂടിയായിരിക്കണം. അതിൻ്റെ ക്രൈറ്റീരിയ വരുന്ന മഞ്ഞ പിങ്ക് കാർഡ് റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആണ്. അടുത്തത്, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി ഏതാണ്? എറണാകുളമാണ് കേട്ടോ, പഠിച്ചു വെച്ചോളൂ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി ഏതാണ്? എറണാകുളമാണ്. പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് സമ്മേളനം എവിടെയായിരുന്നു? കൊച്ചിയിലായിരുന്നു കേട്ടോ. പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് സമ്മേളനം കൊച്ചി. 2025 ഡിസംബറിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 142 സ്ഥാനമാണ്. 2025 ഡിസംബറിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 142 സ്ഥാനമാണ്. ഇനി നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ദാനം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. സ്കിൻ ഡൊണേഷൻ ആണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ദാനം അഥവാ സ്കിൻ ഡൊണേഷൻ നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. പൊതു ശുചിമുറികൾ കണ്ടെത്താൻ തദ്ദേശ വകുപ്പിൻ്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷൻ സജ്ജമാക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ക്ലൂ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും, പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. പൊതു ശുചിമുറികൾ കണ്ടെത്താൻ തദ്ദേശ വകുപ്പിൻ്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷൻ സജ്ജമാക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ക്ലൂ ആപ്പാണ്. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് മധുവനം പദ്ധതി. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് ഭാഷയിലാണ് ഇന്ത്യൻ ഭരണഘടന പുറത്തിറക്കിയത് അടുത്തിടെ? അപ്പോൾ പഠിച്ചു വെച്ചോളൂ. സന്താലി ഭാഷയിലാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, പഠിച്ചു വെച്ചോളൂ. അടുത്തിടെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് ഭാഷയിലാണ് ഇന്ത്യൻ ഭരണഘടന പുറത്തിറക്കിയത്? സന്താലി ഭാഷയിലാണ്. 2025 നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? NS മാധവനാണ്. 2025 നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? NS മാധവനാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഉറപ്പായിട്ടും ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മാസം IFFK അവാർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ തന്നെ അത് പഠിക്കാം. തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ IFFKയുടെയും അവാർഡുകളും നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്താണ് നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ന്യൂ ഇയർ ആണ്, നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണം, നമ്മുടെ ക്ലാസ് ഒന്ന് ഹൈപ്പ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും. ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് റെക്കമെൻഡേഷൻ ചെല്ലും. അപ്പോൾ നമുക്ക് ചെയ്യുന്നൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ കമൻറ്റ് ഇടല്ലേ. ഹാപ്പി ന്യൂ ഇയർ അല്ലേ, എനിക്കൂടെ ഒരു ഹാപ്പി ന്യൂ ഇയർ നിങ്ങളൊന്ന് വിഷ് ചെയ്യൂ കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഏതെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനാണല്ലോ കമൻറ്റ് ബോക്സ്. നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. ഷെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും അതുപോലെ തന്നെ APOയുടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. സൈക്കോളജിയുടെയൊക്കെ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. പരീക്ഷ എഴുതുന്നവരുണ്ടല്ലോ, APO പരീക്ഷ എഴുതുന്നവർ സൈക്കോളജി ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. 24-നാണ് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ ക്ലാസ്സൊക്കെ വരുന്നത്. അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. അപ്പം പുതിയൊരു ക്ലാസ്സുകളും പുതിയ കേരള PSC ആയിട്ട് ബന്ധപ്പെട്ട പുതിയ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും പുതിയ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഒക്കെ ക്ലാസ്സുകളുമായിട്ടും അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകളുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. ക്ലാസ് അവസാനം വരെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു.